ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈദിൻ്റെ വ്ളോഗാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈദിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈദിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈദിൻ്റെ തലേ ദിവസം എല്ലാവർക്കും അറഫാ നോമ്പൊക്കെ ആയിരിക്കും. അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇക്കന് ബ്രദറിൻ്റെ മക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, അവർക്ക് മൈലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അവരിങ്ങനെ ലച്ചുനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മളെ വീട്ടിലൊക്കെ നിന്ന് ഇനിയിപ്പോൾ നേരെ തറവാട്ടിലേക്ക് പോകാനുണ്ട്. ഞാൻ കഴിഞ്ഞ ഈദിൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ തറവാട്ടിലാണ് എല്ലാവരും ഈദ് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ പോയിട്ട് ഒരുക്കാനുള്ളതൊക്കെ ഒരുക്കി അങ്ങനെ വരികയാണ് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കാറ്ററിംഗ് ആണ് കേട്ടോ, വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എന്നാലും നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊക്കെ രസമല്ലേ, ഇതിൻ്റെ തലേ ദിവസം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കലും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാവരും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എങ്ങട്ടാ? ആയിക്കോട്ടെ, ചാച്ചാ. അഞ്ഞു പോയി കാതാ പപ്പക്കാണ്. അങ്ങനെ ഉപ്പയും കുട്ടികളും ആദ്യം പോയി. പിന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സച്ചും ഇക്കൻ്റെ ബ്രദറിൻ്റെ മോനും കൂടി വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇനി പോവുകയാണ് തറവാട്ടിലേക്ക്. അപ്പോൾ സച്ചു ചിത്രം വരയ്ക്കുന്ന ബുക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവനക്ക് ചിത്രം വരയ്ക്കലെന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ്. എപ്പോഴും ചിത്രം വരച്ചും കൊണ്ടും കളറെടുത്തും കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലെത്തിയപ്പോൾ കുട്ടികളൊക്കെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടെ കുറച്ച് മൊമെൻറ്റുകളൊക്കെ കണ്ടോ. ഇത് നാളെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം SSLC അതുപോലെ തന്നെ +2 ഫുൾ A+ വാങ്ങിയ കുട്ടികൾക്കും അതുപോലെ തന്നെ JEE എഞ്ചിനീയറിംഗിലെ എക്സാമിൽ വിന്നറായ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇവിടുന്ന് മൊമെൻറ്റോ നൽകുന്നുണ്ട്. അപ്പോൾ അത് ക്രസൻറ്റ് ബ്രദേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഈദിൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ക്രസൻ്റ് ഏരിയയിലുള്ള എല്ലാവരും കൂടിയിട്ട് പള്ളിയിൽ ഇറങ്ങുന്നവർക്കും അതുപോലെ തന്നെ വീടുകളിലൊക്കെ മധുരം കൊടുക്കുന്നുണ്ടെന്ന് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എത്തിയപ്പോഴേക്കും അതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. പിന്നെ കഴിഞ്ഞ ഇതിൻ്റെ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണേ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നാളത്തെ ആ ഫംഗ്ഷന് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഫ്രഷായി മൈലാഞ്ചിയൊക്കെ ഒന്ന് ഇടുകയാണ്. അപ്പോൾ പെരുന്നാളാകുമ്പോൾ മൈലാഞ്ചിയൊക്കെ ഒന്ന് ഇടണമല്ലോ, അത് വിചാരിച്ചിട്ട് ഇടുകയാണ് കേട്ടോ. നേരം വൈകിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോൾ 3 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ വരുന്നവർക്കൊക്കെ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ടൈം ലേറ്റ് ആയപ്പോൾ പിന്നെ മോർണിംഗിൽ നീറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നീറ്റ് ആദ്യം തന്നെ ഞാൻ കസ്റ്റേർഡാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമ്മൾ ട്രെയിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കാനായിട്ട് വെക്കുകയാണ്. ഇതൊക്കെ നല്ലോണം തണുത്തത് കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പായസം ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു. പിന്നെ പെരുന്നാളിന് ഒട്ടുമിക്ക വീട്ടിലും പായസമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് വിചാരിച്ച് നമ്മളൊന്ന് ചേഞ്ചാക്കി കസ്റ്റേർഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് അതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ട്രെയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വരുന്ന സമയത്ത് നമുക്കത് എടുത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോഴേക്കും ഇതാ സച്ചും മിക്കൊക്കെ റെഡിയായി പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ 7:30 കേട്ടോ നിസ്കാരം തുടങ്ങുന്നത്. അപ്പോൾ അവർ അതിന് മുന്നേ തന്നെ ഇതാ റെഡിയായിട്ട് പോകാൻ നിൽക്കുകയാണ്. വലൈക്കും അസ്സലാം. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പ ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയായിട്ട് സംസാരിച്ചതിന് ശേഷം ഇതാ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് ഏത് തരം ഡെസേർട്ടാണ് റെഡിയാക്കിയിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ബിരിയാണിയാ? ഏച്ചയാ ഉപ്പ പോയതിന് ശേഷം പിന്നെ എൻ്റെ ബ്രദറും മക്കളും വൈഫും എല്ലാവരും കൂടി വന്നിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മധുരമൊക്കെ കൊടുത്തു. കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അവർ പോയതിന് ശേഷം നമ്മൾ തറവാട്ടിലേക്ക് എത്തി കേട്ടോ. ഈ ഐറ്റംസ് നമ്മൾ മൊമൻറ്റോൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആധാർ ഗോൾഡിൻ്റെ വക അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഈ മൊമൻറ്റോൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടി വരുന്നത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. എച്ചിന് ബലൂൺ ഇടേ ബലൂൺ മാത്രം കാണും. ഒന്നതി പെരുന്നാൾ പൈസ വന്നതൊക്കെ വരും. പെരുന്നാൾ പൈസ ഷാപ്പിട്ട കാണുന്നില്ല.
വീഡിയോ എടുക്കണ്ടേ അല്ല ജൂന വീട്ടിൽ വിഷയം എന്താ അറിയോ? ആ കൊടുത്ത പൈസ തിരിച്ചിട്ടില്ല. അങ്ങനത്തെ നമ്മുടെ എല്ലാവരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്കൊക്കെ പെരുന്നാൾ പൈസ ഒക്കെ കൊടുക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണി ആയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും കസിൻ ബ്രദേഴ്സ് ഓരോരുത്തരായിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിപാടി ഏകദേശം ഒരു 4 മണി വരെ നീണ്ടു നിന്നിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭൗതിക വിദ്യാഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളെയും നല്ല രൂപത്തിലേക്ക് അഭ്യസിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഭാവി തലമുറ ഉയർത്തിയെടുക്കുവാൻ ഉതകുന്ന രൂപത്തിലേക്ക് കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാരായ മഹാന്മാരായ നേതാക്കന്മാർ നമ്മുടെ കൊടിഞ്ഞി മഹല്ല് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ മറ്റ് ഇതര സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നല്ല രൂപത്തിലേക്കുള്ള പ്രയാണം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പലരും നല്ല രൂപത്തിലേക്കുള്ള വിദ്യ അഭ്യസിക്കുകയും നല്ല രൂപത്തിലേക്കുള്ള ജോലി സമ്പാദിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശം ക്രസന്റ് എന്ന് പറയുന്ന പ്രദേശം ഉസ്മാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടിഞ്ഞി GMP സ്കൂൾ മുതൽ എരുകുളം വരെ ഒരു റോഡിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ നെന്നമ്പ്ര പഞ്ചായത്തിലെ 3 വാർഡുകൾ നമുക്ക് പ്രതിദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ട സെയ്ദലവി സാഹിബ് പ്രതിദാനം ചെയ്യുന്ന മൂന്നാം വാർഡ്, അത് കുറച്ചാണെങ്കിൽ കൂടി 2ാം വാർഡും 19ാം വാർഡും നമുക്ക് പ്രതിദാനം ചെയ്യുന്നു. 19ാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മളെ പ്രതിദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നടത്തടി മുഹമ്മദ് അബി സാഹിബാണ് 2ാം വാർഡിൽ പ്രതിദാനം ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ നമുക്ക് സപ്പോർട്ടുണ്ട്. അപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഏത് രൂപത്തിലേക്കുള്ള സംവിധാനം ചെയ്യുവാൻ കഴിയും അവരെ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഏത് രൂപത്തിലേക്ക് സംവിധാനം ചെയ്താലും പഠിക്കുവാൻ സന്നദ്ധമായി നിൽക്കുന്ന വിദ്യാർത്ഥികളെയും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ സ്വയം അതിന് സന്നദ്ധരായി വരിക എന്നുള്ളതാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റത്തിന് സ്ഥായിയായ കൽപ്പനയും അതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ട് അവരാണ്. നമ്മൾ രക്ഷിതാക്കൾ നമ്മൾ എന്താണ് നമുക്ക് അവർക്ക് വിദ്യ അഭ്യസിച്ച് കൊടുക്കുവാനുള്ള സാമ്പത്തിക സഹായവും മറ്റ് പാരിസ്ഥിതിക സഹായങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഉസ്മാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ കാലത്ത് ഈ രംഗത്ത് വളരെ അമാന്തമായിരുന്നു. അന്നൊക്കെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകുക എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു നമുക്കൊക്കെ തന്നെ. 10ാം ക്ലാസ് വരെ പഠിക്കുക, അത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അങ്ങ് എത്തിച്ചാൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ജ്യേഷ്ഠനോ അല്ലെങ്കിൽ പിതാവോ ഒക്കെ ഗൾഫിലായിരിക്കും. അങ്ങനെ ആ ഒരു മാർഗം നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യാറുള്ളത്. ആ മാർഗം കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മുടെ പ്രദേശമൊക്കെ തന്നെ വളരെ സമ്പുഷ്ടമായ രൂപത്തിൽ പോകുന്നുണ്ടുള്ള വസ്തുതയാണ്. പക്ഷെ ഈ കാലത്ത് വിദ്യ അഭ്യസിക്കാതെ വിദേശത്ത് പോയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എത്രത്തോളം നൽകുവാൻ കഴിയും അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ കഴിയും ആ രൂപത്തിലേക്കുള്ള സംവിധാനത്തിലേക്ക് ഓരോ മനുഷ്യനും എത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10ാം ക്ലാസ് എത്തി വേറെ രൂപത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നമ്മൾ കൊടിഞ്ഞി LP സ്കൂളിൽ പഠിച്ചു, അതിനുശേഷം GMP സ്കൂളിൽ പഠിച്ചു, അതിന് മിക്കവാറും ആളുകളൊക്കെ തട്ടത്തല ഹൈസ്കൂളിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തട്ടത്തല ഹൈസ്കൂളിൽ ഏകദേശം 1-2 അധ്യാപകർ, ആ അധ്യാപകർ തന്നെ അറബിക് അധ്യാപകനും ഉറുദു അധ്യാപകനും മാത്രമായിരുന്നു നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ. അതും നമ്മുടെ ജില്ലയിലെ അരീക്കോട് ഭാഗത്തു നിന്നൊക്കെയാണ് അവർ വരാറുള്ളത്. മറ്റുള്ള ഏത് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും ഒക്കെ തന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് അപ്പുറത്തെ ആയിരുന്നു. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വിദ്യാഭ്യാസം നൽകി നമ്മളൊരു പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള സംവിധാനം അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് അതിന്റെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഏതെങ്കിലും ഹൈസ്കൂളോ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളോ നോക്കുമ്പോൾ തീർച്ചയായിട്ടും 90% അല്ലെങ്കിൽ 98% തദ്ദേശീയരായ അധ്യാപകന്മാരും മറ്റ് ഇതര ജീവനക്കാരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഏത് രൂപത്തിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ പരിപാലിക്കണം എന്നുള്ള രൂപത്തിലേക്ക് ഉള്ള സംവിധാനത്തിന്റെ ഭാഗമായി അവർ നല്ലവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ TK അബ്ദുറഹ്മാൻ മാഷൊക്കെ നമുക്കൊരു മാതൃകയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. SSLC പരീക്ഷയിലും അതുപോലെ തന്നെ +2 എക്സാമിന് പരീക്ഷകളിലും
മറ്റ് ഇതര അതിന് മുകളിലുള്ള ഏത് പരീക്ഷകൾ എടുത്ത് റിസൾട്ട് വരുമ്പോൾ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നതും ഏറ്റവും കൂടുതൽ A+ കിട്ടി വിജയിക്കുന്നതും നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ആദ്യമായി സൂചിപ്പിച്ചതുപോലെ മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് അതിൻ്റെതായ രൂപത്തിലേക്കുള്ള നല്ലൊരു കാൽപ്പനികത കണ്ടെത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നല്ല രൂപത്തിലേക്കുള്ള സംവിധാനം നമ്മുടെ സമൂഹവും നമ്മുടെ ഈ വിദ്യാർത്ഥികളും നമ്മുടെ പ്രദേശവും ഒക്കെ മാറ്റിയെടുക്കുവാൻ ഉതകുന്ന രൂപത്തിലേക്കുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി തീർത്തു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിക്കൊണ്ട് നല്ല രൂപത്തിലേക്കുള്ള ഒരു പ്രയാണം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചതിന്റെ ഫലമായിട്ടാണ് കൊടിഞ്ഞി എന്ന ഈ പ്രദേശത്തും വിദ്യാഭ്യാസ രംഗത്ത് നല്ല രൂപത്തിലേക്കുള്ള സംവിധാനം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൂഫി മാഷ മകൻ ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെങ്കിൽ കൂടി നല്ല രൂപത്തിലേക്കുള്ള മൈൻഡ് ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 400-500 താഴെയുള്ള ഒരു ആ അവസരമാണ് അദ്ദേഹത്തിന് ഇന്ത്യ അടിസ്ഥാനത്തിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മളെ മാറ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഡോക്ടേഴ്സ് ഉണ്ടാവുന്നു, എഞ്ചിനീയേഴ്സ് ഉണ്ടാവുന്നു, മറ്റു ഇതര ജോലികളിലൊക്കെ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പഠിക്കുവാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ആ രൂപത്തിലേക്കുള്ള ഞാൻ എൻ്റെ പിതാവിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സോ കഴിഞ്ഞപ്പോൾ പോകേണ്ടി വന്നു. പക്ഷേ എൻ്റെ അനിയൻ പഠിച്ചു വന്നപ്പോൾ നമ്മളെ MA ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC ബാച്ചിലെ 1ാമത്തെ ബാച്ചിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളായിരുന്നു പനക്കൽ സമീർ എന്ന എൻ്റെ അനിയൻ. പക്ഷെ അവരെ നമ്മൾ പിന്നെ പഠിപ്പിച്ചു, CA പാസ്സാക്കി, അതുപോലെ തന്നെ നല്ല രൂപത്തിലേക്ക് ദുബായിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ നമ്മൾ MA ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ IECയും ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ഈ പ്രദേശത്ത് നല്ല രൂപത്തിലേക്കുള്ള അതുപോലെയുള്ള ആ കാലഘട്ടത്തിന് ശേഷമുള്ള വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നുള്ള വസ്തുതയാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കുന്നു. പിന്നെ നമ്മുടെ പ്രാഥമിക മേഖല നമ്മുടെ ഈ ക്രസന്റ് പ്രദേശം എന്നൊരു സംവിധാനം മാറ്റിക്കൊണ്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുകയും അത് ജില്ലാ തലത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുകയും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കുവാനുള്ള സംവിധാനം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പാട്ടുശേരി അലവിയും അലി സാഹിബും അതുപോലെ തന്നെ പ്രിയപ്പെട്ട എൻ്റെ അനുജ സുഹൃത്ത് ഉസ്മാനും മാത്രമായിട്ട് ഇത് ചുരുങ്ങുക മാത്രമല്ല, അവർ രണ്ടുപേരും വളരെ എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത്. നമ്മൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ഉണ്ടാകുമ്പോഴും മധുരപലഹാരം കൊടുത്ത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ അതിന്റെ SLC അല്ലെങ്കിൽ +2 പരീക്ഷകൾ ഉന്നത മാർക്കോട് കൂടി വിജയിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ അവാർഡ് കൊടുത്തു. അതിൽ മാത്രം പരിമിതപ്പെടുത്താതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉള്ളവരെ കഷ്ടപ്പാടിൽ നിന്നും നല്ല രൂപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ എല്ലാ പരസഹായ ഒരു സമിതിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നല്ല രൂപത്തിലേക്കുള്ള ഒരു സ്വയം സംഭരണ രൂപത്തിലേക്കുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പല രൂപത്തിലേക്കുള്ള പണങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ചുറ്റുപാടുകളും ഒക്കെ തന്നെ പല രൂപത്തിലേക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ ഉപയോഗപ്പെടുത്തുന്നതൊക്കെ തന്നെ നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെമായി ബന്ധപ്പെട്ട് ഗുണകാംക്ഷകൾക്കൊക്കെ എത്തിക്കുക വഴി തീർച്ചയായിട്ടും അതിലെ ഗുണങ്ങൾ നമുക്ക് ഇരുലോകത്തും കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഇത് സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുവാൻ ഒരു കുറി പോലത്തെ സംവിധാനങ്ങൾ നമുക്ക് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ മാസത്തിൽ എന്തെങ്കിലും വരിസംഖ്യ നമുക്ക് ഏർപ്പാടാക്കുന്നതാണ്. നമ്മുടെ ഈ ഏകദേശം 200-നടുത്ത് കുടുംബങ്ങൾ ഒരുപക്ഷെ ഈ ക്രസന്റ് പ്രദേശവുമായി ബന്ധപ്പെട്ടുണ്ടാവും. അവരൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏത് മേഖലകളിൽ നിന്നും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ സ്വയം സന്നദ്ധ സംവിധാനമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം നമുക്കുണ്ട്. ഇതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, പൊതുവായ സമൂഹത്തിന്റെ പൊതുവായ ഒരു ഉച്ചസ്ഥായിൽ നിന്നുകൊണ്ടുള്ള സംവിധാനമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, നമുക്കൊക്കെ മതമായി ബന്ധപ്പെട്ട സംഘടനാ സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ക്രസന്റ് എന്ന ആ ഒരു ചന്ദ്രിക എന്ന ആ ചന്ദ്രൻ, അതുപോലെ തന്നെ ചന്ദ്രപ്രദേശ് എന്നാണ്, ചന്ദ്ര സഹോദരൻ, അത് മാറ്റിയെടുത്ത് നമുക്ക് ഇതൊരു ക്രസന്റ് എന്നുള്ള മാറ്റിയെടുത്തിട്ട് നമുക്കൊരു റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന സംവിധാനത്തിൽ തീർച്ചയായിട്ടും ഇത് വരും. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഭാവിയുണ്ട്. നമ്മുടെ പ്രവർത്തനം തുടക്കത്തിൽ വെച്ചത് മുതൽ ഇന്നേ വരെ ഈ പ്രവർത്തനത്തിന് ഒരു അമാന്തം ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട കാരണന്മാരൊക്കെ തന്നെ വളരെ സമ്പൂർണ്ണമായ പിന്തുണ നമുക്ക് നൽകുന്നുണ്ട്. മധ്യവയസ്കന്മാർ കരിക്കുലത്തിനപ്പുറത്തേക്കുള്ള ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അടുത്തൊരു സ്റ്റേജിൽ നിന്ന് നമ്മൾ പുറന്തള്ളപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ അഡീഷണൽ സ്കില്ല് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഇല്ല എങ്കിൽ
അങ്ങനെ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തറവാട്ടിൽ നിന്ന് പിരിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ ഒരു ഇതിന് ഇത്രയും വൈകിയത് കൊണ്ട് തന്നെ നമ്മൾ എല്ലായിടത്തും ഒന്നും പോകണില്ല. ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ മാത്രം പോയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നേരെ എൻ്റെ വീട്ടിലും പോകണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോയി വരാണ് കേട്ടോ. അങ്ങനത്തെ ലാസ്റ്റ് ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. ഇന്നിവിടെ സ്റ്റേ ഇല്ല, കാരണം നാളെ ഒരു ട്രിപ്പ് ഉണ്ട്. നമ്മളെ ഉമ്മൻ്റെ ഫാമിലി എല്ലാവരും കൂടി ഉള്ള ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അത് വിചാരിച്ച് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എളാപ്പാൻ്റെ അടുത്ത് എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കഴിക്കുമായിരുന്നു. അപ്പോൾ ചെറിയ എളാപ്പാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കേക്ക് കഴിക്കലും ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ എളാപ്പാൻ്റെ വീട്ടിലേക്കാണ്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് 3 വീടും. അപ്പോൾ എളാപ്പ പറഞ്ഞ് ഞാൻ പൂത്തിരി പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, നമ്മളെല്ലാവരും കൂടെ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഈദ് ആഘോഷം എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.